ബട്ടർ സ്കോച്ച് ചോക്ലേറ്റിന് വേണ്ടിയിട്ടുള്ള ബട്ടർ സ്കോച്ചാണ് നമ്മൾ ആദ്യം റെഡിയാക്കുന്നത്. ആദ്യം സ്റ്റൗ കത്തിച്ചിട്ട് പഞ്ചസാര ആദ്യം ചേർക്കുക. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് മെൽറ്റാവാൻ ആവശ്യം. മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ സ്പൂൺ ഇട്ട് ഇളക്കാനോ ഒന്നും ചെയ്യാൻ പാടില്ല. മെൽറ്റായി വരുന്നുണ്ട്. ഇതിൻ്റെ കളർ കുറേശ്ശെ മാറി ഒരു ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പാകം. ഇനി ഇതിലേക്ക് നട്ട്സ് ചേർക്കണം. ഇതിപ്പോൾ വളരെ കുറച്ചളവിലാണ് ചെയ്യുന്നത്. കാഷ്യൂ, ബദാം, ബട്ടർ സ്കോച്ച് ആയതുകൊണ്ട് ബട്ടർ, ഇനി ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് തണുത്ത ശേഷം പൊടിച്ചെടുക്കണം. ഇത് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ബട്ടർ സ്കോച്ച് ക്രഷ് ചെയ്ത് പൊടിച്ചെടുത്തിരിക്കുന്നതാണ്. ഇത് ഒന്ന് പൊടിച്ചെടുത്തിരിക്കുകയാണ്. ഇവിടെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാക്കുന്നു. അതിന് മുകളിൽ വെക്കുക. ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ താഴത്തെ പാത്രത്തിൻ്റെ കറക്റ്റ് അളവിൽ കയറിയിരിക്കണം. മുകളിൽ വെച്ചിരിക്കുന്ന പാത്രം കറക്റ്റ് അളവായിരിക്കണം. ഇതിൻ്റെ ഇടയിൽ കൂടി ഗ്യാപ്പിൽ കൂടി വെള്ളം അല്ലെങ്കിൽ നീരാവിൻ്റെ അകത്തേക്ക് വരാൻ പാടില്ല. ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് മെൽറ്റായി കിട്ടും. ഡാർക്ക് ചോക്ലേറ്റ് ഇതേ രീതിയിൽ തന്നെയാണ്. ഡാർക്ക് ചോക്ലേറ്റ്, കോമ്പൗണ്ട് ചോക്ലേറ്റ്, എല്ലാ ചോക്ലേറ്റും നമ്മൾ ഇതേ രീതിയിലാണ് മെൽറ്റ് ചെയ്യുന്നത്. പ്യുവർ ചോക്ലേറ്റ് ആകുമ്പോൾ അതിൻ്റെ ടെമ്പറിങ് രീതി വ്യത്യാസമുണ്ട്. ഇതിപ്പോൾ കോമ്പൗണ്ട് ചോക്ലേറ്റ് ആണ്. കോമ്പൗണ്ട് ചോക്ലേറ്റ് ഇതേ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ മൈക്രോവേവിൽ വെച്ചിട്ടും ചെയ്യാൻ പറ്റും. മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. ഇതിനകത്തേക്ക് നീരാവി വെള്ളം വീഴാതെ പ്രത്യേകം സൂക്ഷിക്കുക. ചെറുതായി ഇളക്കി ഇതിനകത്തേക്ക് വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ ചോക്ലേറ്റ് നമുക്ക് ഈ ഒരു രീതിയിൽ മെൽറ്റായി കിട്ടില്ല, കട്ടയായിരിക്കും. ഒന്ന് മെൽറ്റായി തുടങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് മെൽറ്റായി വരും. ചോക്ലേറ്റ് ഞാൻ മെൽറ്റ് ചെയ്ത് നമ്മൾ ചോക്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ്. ആദ്യം ഫില്ല് ചെയ്ത് എടുക്കുന്നത്. ഇതിനി ഒന്ന് തട്ടിക്കൊടുക്കുക. അതിനുശേഷം ഇതിനകത്തുള്ള അധികമുള്ള ചോക്ലേറ്റ് നമ്മൾ ഈ പാത്രത്തിലേക്ക് തന്നെ തിരിച്ചൊഴിച്ചു കൊടുക്കാം. ഇനി ഒരു സ്ക്രൈപ്പർ ഉപയോഗിച്ചിട്ട് അധികം അതിന് മുകളിലുള്ള ചോക്ലേറ്റ് ഇതിലേക്ക് തട്ടിക്കൊടുക്കുക. വീണ്ടും ഒന്നുകൂടി തട്ടിക്കൊടുക്കുക. ഇപ്പോൾ എക്സസ് ആയിട്ടുള്ള ചോക്ലേറ്റ് ഇതിലേക്ക് തിരിച്ച് മോൾഡ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഒന്നും കൂടി തട്ടി കൊടുക്കണം. ചെറിയ എന്തെങ്കിലും എയർ ബബിൾസ് ഉണ്ടെങ്കിൽ ഒരു ഈവൻ ആയിട്ട് ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഒരു 10 മിനിറ്റോളം ഫ്രിഡ്ജിൽ വയ്ക്കുക. ഇതിപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്ത് കൊണ്ടുവന്ന ക്യാവിറ്റീസാണ്, ചോക്ലേറ്റ് ക്യാവിറ്റീസ്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച ബട്ടർ സ്കോച്ചിൻ്റെ ഫില്ലിങ് നിറയ്ക്കാൻ പോവുകയാണ്. ഇതിപ്പോൾ ഒരു 1/4 ഭാഗത്തോളം നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട് ഫില്ലിങ്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് നമ്മൾ മെൽറ്റ് ചെയ്ത ചോക്ലേറ്റാണ് ഒഴിക്കുന്നത്. ഏകദേശം ഒന്ന് നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഒന്നും കൂടി തട്ടി കൊടുക്കാം. ഇപ്പോൾ എയർ ബബിൾസൊക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇടയ്ക്ക് ചെറിയ ഇത് വരുന്നുണ്ട്. ഇപ്പോൾ എയർ ബബിൾസൊക്കെ ഫില്ലായിട്ടുണ്ട്. ഇനി ബാക്കി പുറത്തുള്ള എക്സസ് ചോക്ലേറ്റ് നമ്മൾ വീണ്ടും ഇതിലേക്ക് തട്ടി കൊടുക്കുകയാണ്. എവിടെയെങ്കിലും ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ മാത്രം
ഒരു തുള്ളി. വീണ്ടും ഒന്നും കൂടി തട്ടി കൊടുക്കാം. ഒന്നുകൂടി ഇത് എക്സസ് ആയിട്ടുള്ളതൊക്കെ നമ്മൾ മാറ്റി. ഇനി ഇത് വീണ്ടും ഒരു 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കാം സെറ്റ് ആവാനായിട്ട്. നമ്മൾ ചോക്ലേറ്റ് സെറ്റായി വന്നിട്ടുണ്ട്. ഇതിനെ ഡിമോൾഡ് ചെയ്യാം. നമ്മൾ മോൾഡിന് പുറത്തൊരു വെള്ള പാട് വന്നു കഴിഞ്ഞാൽ ഇത് ചോക്ലേറ്റ് റെഡി ആയിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെയാണ് നമ്മളിത് ചോക്ലേറ്റ് സെറ്റായി എന്ന് മനസ്സിലാക്കുന്നത്.